സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. എന്താ പറഞ്ഞത്? ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വികസനവും നോർത്ത് ഇന്ത്യയിൽ എത്തുന്നില്ല, പ്രത്യേകിച്ച് യുപിയില്, ബംഗാളിൽ, ബീഹാറിൽ എത്തുന്നില്ല. വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? വളരെ ദയനീയമാണ് അവരുടെ സ്ഥിതി. മൃഗങ്ങളെ പോലെയാണ് അവർ ജീവിക്കുന്നത്. അതെ, ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ട്, ഇപ്പൊ ഉറപ്പായി. ടാറിട്ട റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ കോളനികൾ. തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒരു വൈദ്യുതി ലൈൻ ചെന്ന് അവസാനിക്കുന്ന മുസ്ലിങ്ങളുടെ കോളനികൾ. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. നീ പോടാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്ന മുസ്ലിങ്ങളുടെ കോളനികൾ. കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ആ ദയനീയമായ അവസ്ഥ മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് യോഗി ആദിത്യനാഥാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്തൊരറിവാ നിനക്ക്? കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ല. സത്യം സത്യം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. അതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങള് ഇപ്പോൾ യോഗി മോദി ഭക്തന്മാരായിക്കൊണ്ടിരിക്കുന്നത്. ബാഹ്ലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.